ബഹുമാന്യനുമായിട്ടുള്ള മന്ത്രി രാജൻ, പ്രിയപ്പെട്ട മേയർ, കളക്ടർ, വിദ്യാഭ്യാസ ഡയറക്ടർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ വച്ച് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ പോകുന്ന കലോത്സവമാണ്. ഞാൻ മന്ത്രിയായിരിക്കെ നടത്തുന്ന അവസാനത്തെ കലോത്സവം എന്നുള്ള നിലയിൽ ഇതെവിടെ ഏത് ജില്ലയിൽ വെച്ച് നടത്തണമെന്ന് ആലോചിച്ചപ്പോൾ ബഹുമാനപ്പെട്ട രാജൻ മന്ത്രിയോട് ആദ്യം ചോദിച്ചപ്പോൾ, രാജൻ മന്ത്രി മാത്രമല്ല മറ്റ് പല മന്ത്രിമാരും, എല്ലാ മന്ത്രിമാരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ജില്ലയിൽ വെച്ച് നടത്തണമെന്ന്. പക്ഷേ രാജൻ മന്ത്രി ഇത് ആവശ്യപ്പെട്ടപ്പോൾ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള നിലയിൽ ഈ കലോത്സവം ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി ഉള്ള എല്ലാ പിന്തുണയും സഹായവും നൽകുവാൻ മന്ത്രി രാജന് കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. മന്ത്രി ബിന്ദുവിന് കഴിയുമായിരുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. മേയറടക്കം, കളക്ടറാണെങ്കിൽ ഞാൻ ലേബർ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ എൻ്റെ ലേബർ കമ്മീഷണറായിരുന്നു. അതിനുശേഷമാണ് ഇവിടുത്തെ കളക്ടറായി വരുന്നത്. അങ്ങനെയുള്ള ഈ ഒരു വലിയ ടീം തന്നെ ഇവിടെ ഉണ്ട്. അതിൻ്റെ റിസൾട്ട് ഓരോ ദിവസവും വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു കലോത്സവം നടക്കുന്നില്ല. ഞാൻ ഒന്നുകൂടെ പരിശോധിച്ച് നോക്കി, ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ ഇത്രയും കുട്ടികൾ പങ്കെടുക്കുന്ന, ഇത്രയും വേദികളിൽ പങ്കെടുക്കുന്ന, ഇത്രയും ഇനങ്ങൾ മത്സര ഇനത്തിൽ പങ്കെടുക്കുന്ന, സ്കൂൾ തലം മുതൽ മത്സരിച്ച് 2-3 തലത്തിൽ മത്സരിച്ച് വരുന്ന ഏതെങ്കിലും മത്സരം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ലോകത്ത് ഒരിടത്തും തന്നെ അത് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇന്നലെ വ്യാപാരി വ്യവസായി സംഘടനകളുടെ യോഗം ചേരുന്നതിന് വേണ്ടി പോയപ്പോൾ അവിടെ മന്ത്രി രാജനോടൊപ്പമാണ് ഞാൻ അവിടെ പോയത്. അവിടെ വെച്ചൊരു വലിയ കാര്യം കാണുന്നതിന് വേണ്ടി ഇടയായി. അതായത് ഈ സ്വർണ്ണക്കപ്പ് 117 പവനാണ്. അത് ചെറിയൻകീഴ് ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഡിസൈൻ ചെയ്തത്. അത് കഴിഞ്ഞ തിരുവനന്തപുരത്ത് ചേർന്ന കലോത്സവത്തിൽ വെച്ച് അദ്ദേഹത്തിന് സ്വീകരണമെല്ലാം കൊടുത്തു. ഇന്നലെ എനിക്ക് തൃശ്ശൂരിൽ കാണാൻ കഴിഞ്ഞത്, തൃശ്ശൂരിലുള്ള ഒരു സ്വർണ്ണക്കടക്കാരനാണ് അത് നിർമ്മിച്ചത് എന്നുള്ള വിവരം അദ്ദേഹത്തെ എനിക്ക് കാണുന്നതിന് വേണ്ടി തയ്യാറാണ്.